സപ്ലൈ ഓഫീസ് കൊണ്ട് കുഞ്ഞൊരു ആവശ്യം ഉണ്ടായിരുന്നു നിന്നിട്ട്. അപ്പൊ അതിന് വേണ്ടി ഇറങ്ങിയതാണെന്ന് മണ്ണാർക്കാട്ട്. അവിടെ ചെന്നേക്കാൻ ഞങ്ങളെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നെല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തന്നെ ഒരു കുപ്പ എടുക്കാൻ വേണ്ടിട്ടേ ഞങ്ങൾ മണ്ണാർക്കാടുള്ള ചൊങ്കിയിലും കൂടി ഒന്ന് കയറി. പെൺകുട്ടികൾക്കെല്ലാം ഡ്രസ്സ് എടുക്കാനേ ഞങ്ങൾ മണ്ണാർക്കാടുള്ള ചൊങ്കിക്ക് തന്നെയാണ് വരാറ്. കാരണം ഇവിടെ ഒരുപാട് കളക്ഷൻ റേറ്റ് കുറച്ചുണ്ടെങ്കിലും നമ്മുടെ എല്ലാ മോഡൽ ഡ്രസ്സുകളും നമ്മൾ മണ്ണാർക്കാട് ചൊങ്കി. അങ്ങനെ നിയമങ്ങൾക്കുള്ള ഡ്രസ്സ് വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോരാൻ വേണ്ടി മണ്ണാർക്കാട്ടേക്ക് പോയപ്പോ ഈ ഒരു രണ്ടാവശ്യം തന്നെ ഉള്ളൂ എന്റെ മനസ്സിലുണ്ടായിരുന്നു. കാക്കു പറഞ്ഞത് നമുക്ക് മണ്ണാർക്കാടുള്ള ഇമേജിലും കൂടെ ഒന്ന് പോയി വെക്കാൻ ഒരു ഫോൺ വാങ്ങിത്തരാം. സത്യം പറഞ്ഞത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫോൺ വാങ്ങിക്കണം എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം എന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ആകെ ഹാങ് ആയിട്ടൊക്കെ കേടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വാങ്ങുന്നൊന്നും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ചും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ആക്കുമ്പോൾ അങ്ങനെ വാങ്ങിക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ആദ്യം ഞങ്ങൾ ഇമേജിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് പിന്നെ ശരിയാവത്തം കൊണ്ട് തന്നെ ഞങ്ങൾ മൈജിക്ക് പോന്നിട്ടുണ്ട്. ഫോൺ നോക്കണതിന്റെ ഇടയിൽ കൂടെ കാക്കു ഞങ്ങൾക്ക് ഓരോ ഫ്രൂട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇത് ഐഫോൺ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ ഇടയിൽ കൂടി ഉമ്മയും ആബിയും കൂടി മണ്ണാർക്കാട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഓരോ ഫോൺ എടുക്കാൻ വേണ്ടി കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആബിനെയാണ് ഫോണൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ 2 മൊബൈൽ കടയിലും കയറിയപ്പോ ഇങ്ങനെ ടൈം ഞങ്ങൾ ഒരുപാട് പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് 11 മണിക്ക് ഞങ്ങൾ പോന്നിട്ടുണ്ടായിരുന്നു. മൈജിയിൽ വന്ന് ഫോണൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോ ടൈം 4 മണിയായിട്ടുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഫുഡൊന്നും ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എമ്മയും ആബി പിന്നെ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മാക്ക് ഒരു പർദ്ദ നോക്കണം എന്ന് പറഞ്ഞിട്ടേ ഞങ്ങളെല്ലാവരും മണ്ണാർക്കാടിനുള്ള വസന്തത്തിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് പർദ്ദയൊക്കെ നോക്കിയിട്ട് ഉമ്മാക്ക് ഇഷ്ടമാക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉമ്മയും ആബിയും വേറെ കടയിൽ കയറിയിട്ട് നോക്കിക്കോളാം, നിങ്ങൾ ഫുഡ് കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഓല ഒറ്റക്കാണ് പിന്നെ പർദ്ദ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ആകെ വിശന്നൊരു ഭാഗത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഓല രണ്ടാളെ ഫർദ എടുക്കാൻ വേണ്ടി വിട്ടിട്ടേ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അച്ചായൻസ് ഹോട്ടലിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. ഇശലിന് പിന്നെ ഫുഡിനോടൊന്നും അത്ര വലിയ താല്പര്യമല്ല കേട്ടോ. മുട്ടായിക്ക് ഇങ്ങനെ തൊയിരം കെടുത്തുന്നല്ലാതെ ഫുഡ് വേണമെന്നില്ല ഒരു ചിന്തയില്ല. ഇടക്കിടക്ക് ഓരോ മുട്ടായി ഇങ്ങനെ വാങ്ങിക്കൊടുത്താലേ ആളെ ഹാപ്പി ആക്കാറ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ഓൾക്ക് ചോറ് വേണ്ടെന്ന് ഓള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൾക്ക് ജ്യൂസ് മതിയെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ജ്യൂസ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തുമ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങൾ പോരുന്നവർക്ക് കല്യാണ കാപ്പെന്ന് കുറച്ച് എണ്ണക്കടിയും വാങ്ങിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പഴനിർവും പിന്നെ ഈ ഒരു സമൂസയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സമൂസ നമ്മൾ സാധാരണ സമൂസയുടെ പോലെയല്ല, കാടമുട്ടയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. രണ്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.